ഈ ഒരു ലെക്ചർ സീരീസ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് യൂസിങ് ജാവ എന്ന് പറഞ്ഞൊരു ലാബിനെ കുറിച്ചാണ്. ഇത് KTUവിന്റെ 2019 സ്കീമിൽ ഉൾപ്പെട്ട ലാബാണ്. ഇത് പഠിക്കുന്നത് S3 കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസ് ആണ്. അപ്പോൾ ഈ ഒരു ലെക്ചർ സീരീസിനകത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ആ ഒരു സിലബസിനകത്ത് പറഞ്ഞിരിക്കുന്ന എല്ലാ പ്രോഗ്രാംസും എല്ലാ എക്സ്പെരിമെന്റ്സും, ഇത് കൂടാതെ നമ്മുടെ ഒരു പ്രാക്ടീസ് സെഷൻസ് ആയിട്ട് കുറച്ച് പ്രോഗ്രാംസും പറഞ്ഞിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ ലെക്ചർ സീരീസിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡബ്ലി ലിങ്ക് ലിസ്റ്റിന്റെ എക്സ്പെരിമെന്റിനെ പറ്റിയാണ്. അപ്പോൾ ജാവ പ്രോഗ്രാം വഴി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഒരു ഡബ്ലി ലിങ്ക് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഡബ്ലി ലിങ്ക് ലിസ്റ്റ് നമുക്ക് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം. ഇതൊരു എക്സാമ്പിൾ ആണ്. ഇതെന്ന് പറയുന്ന ഒരു നോഡാണെന്ന് വിചാരിക്കുക. ഈ നോഡിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. 1, 2, 3. ഇതിനെ നമുക്ക് ഡേറ്റ പാർട്ട് എന്ന് വിളിക്കാം. നമുക്ക് 2 ലിങ്ക് പാർട്ട് ഉണ്ട്. ഒന്ന് which is pointing to റൈറ്റും ഒന്ന് പോയിന്റിങ് ടുവേർഡ്സ് ലെഫ്റ്റും. അപ്പോൾ ഒരു നോഡിന് 3 പാർട്ടാണുള്ളത്. ഒന്ന് ഡേറ്റ പാർട്ട്, ഒന്ന് ലെഫ്റ്റ് ലിങ്ക്, ഒന്ന് റൈറ്റ് ലിങ്ക്. അപ്പോൾ ഇവിടെയും എന്ത് കാണും? 3 പാർട്ട് കാണും. എല്ലാ നോഡിനും എനിക്ക് എത്ര പാർട്ട് കാണും? 3 പാർട്ട് കാണും. ഡേറ്റ പാർട്ട്, റൈറ്റ് ലിങ്ക്, ലെഫ്റ്റ് ലിങ്ക്. ഓക്കെ. അപ്പോൾ ഞാൻ ഇവിടുന്ന് എനിക്ക് നെക്സ്റ്റ് നോഡ് എന്ന് പറയുന്നത് ഇതായിരിക്കും. ഇവിടുന്ന് ഇതിൻ്റെ നെക്സ്റ്റ് ലെഫ്റ്റ് എന്ന് പറയുന്നത് ഇതായിരിക്കും. ഇതിൻ്റെ റൈറ്റ് എന്ന് പറയുന്നത് ഇതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ റൈറ്റ് എന്ന് പറയുന്നത് ഇത്, ഇതിൻ്റെ ലെഫ്റ്റ് എന്ന് പറയുന്നത് ഇത്. ഇതിൻ്റെ ഇപ്പോൾ ഈ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ റൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? നള്ളാണ്. ഇതിൻ്റെയും ലെഫ്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നള്ളായിരിക്കും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഡബ്ലി ലിങ്ക് ലിസ്റ്റ്. അപ്പോൾ ഇങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇതിനെയാണ് നമ്മൾ ഹെഡ് നോഡ് എന്ന് വിളിക്കുന്നത്. ഇതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഹെഡ് നോഡ് എന്ന് വിളിക്കും. അപ്പോൾ എനിക്ക് ഈ ഒരു നോഡ് ഇൻസേർട്ട് ചെയ്യണം. ഓക്കെ, ഈ ഒരു നോഡ് ഇൻസേർട്ട് ചെയ്യണം. അപ്പോൾ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഞാൻ ഇൻസേർട്ട് ചെയ്യാൻ നോക്കുന്നത് എന്താണ്? എൻഡിൽ ഇൻസേർട്ട് ചെയ്യാനാണ് ഞാൻ നോക്കുന്നത്. ഇൻസേർട്ട് ചെയ്യുന്നത് എവിടെയാണ്? ഒരു ലിങ്ക് ലിസ്റ്റിന്റെ എൻഡിലാണ് ഞാൻ ഇൻസേർട്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ എൻഡിൽ ഇൻസേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെയാണ് ഇൻസേർട്ട് ചെയ്യേണ്ടത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതാണ് എൻ്റെ ടെമ്പ് എന്ന് പറയുന്ന ഒരു നോഡെങ്കിൽ ഇതിൻ്റെ റൈറ്റ് എന്തായിരിക്കും? റൈറ്റ് എന്ന് പറയുന്നത് നില്ലായിരിക്കും. ഇതിൻ്റെ ലെഫ്റ്റ് എന്തായിരിക്കും? നമുക്ക് അറിഞ്ഞുകൂടാ. ലെഫ്റ്റ് എന്താണെന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ലെഫ്റ്റ് ഈ ലാസ്റ്റ് നോഡ് PTR എന്നാണെന്ന് വിചാരിക്കുക. PTR ആണെങ്കിൽ എന്തായിരിക്കും? PTRന്റെ റൈറ്റ് എന്താവാം? പുതിയ ടെമ്പാകും. ഇതിൻ്റെ ലെഫ്റ്റ് എന്ന് പറയുന്നത് എന്താകും? PTR ആകും. ഓക്കെ, ഇതാണ് ഇൻസേർഷൻ അറ്റ് എൻഡ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് എന്താണ്? അടുത്തത് ഡിലീറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ എന്തായിരിക്കും ചെയ്യുന്നത്? ഹെഡ് നോഡിൽ ഇരിക്കുന്ന എന്താണോ ഞാൻ അതിനെ ഡിലീറ്റ് ചെയ്യും. അപ്പോൾ അതെന്ന് പറയുന്നത് ഡിലീറ്റ് അറ്റ് ഫ്രണ്ട് ആണ്. ഫ്രണ്ട് ആണ് ഞാൻ ചെയ്യുന്നത്. ഡിലീറ്റ് അറ്റ് ഫ്രണ്ട് ആണ് ചെയ്യുന്നത്. ഇനി ഡിസ്പ്ലേ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ എന്തായിരിക്കും ചെയ്യുന്നത്? ഡിസ്പ്ലേ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഞാൻ എന്ത് ചെയ്യാണ് ചെയ്യുന്നത്? ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഈ ഒരു ഹെഡ് തൊട്ട് ലാസ്റ്റ് നോഡ് വരെ, അതായത് ലിങ്ക് നള്ളാകുന്ന വരെയുള്ള കാര്യങ്ങൾ ഞാൻ പ്രിന്റ് ചെയ്യും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഡബ്ലി ലിങ്ക് ലിസ്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ജാവ പ്രോഗ്രാം വഴി നമുക്ക് ഒരു നോഡിനെ റെപ്രസെന്റ് ചെയ്യാം, ഒരു ഡബ്ലി ലിങ്ക് ലിസ്റ്റിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഓക്കെ, ഞാനൊരു ക്ലാസ് എടുക്കുന്നു. ക്ലാസ് ഡബ്ലി ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ക്ലാസ് എടുക്കും. ഓക്കെ, അതിൻ്റെ അകത്ത് എന്ത് കാണും? ഒരു നോഡ് കാണും. ഞാൻ നോഡിനെ ഒരു ക്ലാസ് ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ക്ലാസ് നോഡ്. ഓക്കെ, നോഡിനകത്ത് എത്ര പാർട്ട് ഉണ്ടെന്ന് പറഞ്ഞു? ഒരു ഡേറ്റ പാർട്ട് ഉണ്ട്. സോ ഇൻഡ് ഡേറ്റ. 2 ലിങ്ക് പാർട്ട് ഉണ്ട്. ലിങ്ക് എന്ന് പറയുന്നത് അത് പോയിന്റ് ചെയ്യുന്നത് വേറൊരു നോഡിലേക്കല്ലേ. സോ ക്ലാസ് നോഡ് നമുക്ക് ലെഫ്റ്റ് എന്ന് വിളിക്കാം, ഒരെണ്ണത്തിന് റൈറ്റ് എന്ന് വിളിക്കാം. അപ്പോൾ ഞാൻ പോയിന്റ് ചെയ്യുന്നതും അതേ ടൈപ്പ് ആയതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? ക്ലാസ് നോഡ് എന്ന് തന്നെ വിളിക്കുന്നത്. അതായത് റൈറ്റ് പോയിന്റ് ചെയ്യുന്നതും ഇവിടെ നോക്കുക, നമ്മൾ റൈറ്റ് പോയിന്റ് ചെയ്യുന്നതും എങ്ങോട്ട് തന്നെയാണ്? വേറൊരു നോഡിലേക്കാണ്. ലെഫ്റ്റ് പോയിന്റ് ചെയ്യുന്നത് വേറൊരു നോഡിലേക്കാണ്. അതുകൊണ്ടാണ് ടൈപ്പ് എന്ന് പറയുന്നത് നമ്മൾ എന്തായിട്ട് എടുത്തിരിക്കുന്നത്? ക്ലാസ് നോഡായിട്ട് തന്നെ എടുത്തിരിക്കുന്നത്. ഓക്കെ, നൗ ഞാൻ എന്താ ചെയ്യുന്നത്? ഇതിൻ്റെ ഒരു കൺസ്ട്രക്ടർ ഞാൻ എഴുതുകയാണ്. പബ്ലിക് നോഡ് എന്ന് പറയുന്ന കൺസ്ട്രക്ടർ ഞാൻ എഴുതുകയാണ്. അതിനകത്ത് ഞാനൊരു ഡേറ്റ പാസ് ചെയ്യും. ഡേറ്റ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യുന്നത്? ഞാൻ അതിൻ്റെ
ഡേറ്റ എന്ന് പറയുന്നത് ഞാൻ എന്തായിട്ട് സെറ്റ് ചെയ്യും? ഞാൻ പാസ് ചെയ്യുന്ന ഡേറ്റ ആയിട്ട് സെറ്റ് ചെയ്യും. ഞാൻ ഇപ്പോഴത്തേക്ക് അതിൻ്റെ ലെഫ്റ്റും ദിസ് ഡോട്ട് ലെഫ്റ്റും റൈറ്റും എന്തായിട്ട് ഞാൻ സെറ്റ് ചെയ്യുന്നു? നള്ളായിട്ട് സെറ്റ് ചെയ്യുന്നു. ഒരു നൾ വാല്യൂ സെറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഒരു നോഡ്. ഇനി ഒരു ഡബ്ല്യു ലിങ്ക് ലിസ്റ്റിനകത്ത് എന്ത് കാണും? ഒരു ഹെഡ് കാണും. സോ ഹെഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു നോഡായിരിക്കും. സോ ക്ലാസ് നോഡ് ഹെഡ് എന്ന് ഞാൻ വിളിക്കുന്നു. അപ്പൊ ഇതാണ് നമ്മുടെ ഡബ്ല്യു ലിങ്ക് ലിസ്റ്റിനകത്തുള്ള കമ്പോണൻസ്. ഒരു ഹെഡ് നോഡ് ഉണ്ട്, ഒരു നോഡ് ഉണ്ട്. ഓക്കെ, നൗ ഇതിനകത്ത് എന്തൊക്കെ ഓപ്പറേഷൻ എനിക്ക് പെർഫോം ചെയ്യണം? എനിക്ക് ഇതിനകത്ത് എനിക്ക് ഇൻസേർട്ട് പെർഫോം ചെയ്യണം. ഇൻസേർട്ട് അറ്റ് എൻഡ്. ഓക്കെ, ഇൻസേർട്ട് അറ്റ് എൻഡിനകത്ത് ഞാനൊരു ഡേറ്റ പാസ് ചെയ്യും. അപ്പോൾ എനിക്ക് ഇൻസേർഷൻ നടക്കണം. ഇനി അടുത്തത് എന്താണ്? ഡിലീറ്റ് ഉണ്ട്. വോയിഡ് ഡിലീറ്റ് ഉണ്ട്. ഡിലീറ്റ് അറ്റ് എന്താണ്? ഫ്രണ്ട് ആണ് ചെയ്യുന്നത്. അതിനകത്ത് ഞാൻ പാരാമീറ്റേഴ്സ് ഒന്നും പാസ് ചെയ്യുന്നില്ല. നെക്സ്റ്റ് വൺ എന്താണ്? ഡിസ്പ്ലേ ആണ്. വോയിഡ് ഡിസ്പ്ലേ. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇൻസേർട്ട് ചെയ്ത് നോക്കാം. ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു? ഞാനാണെങ്കിൽ ഇഫ് ഹെഡ് എന്ന് പറയുന്നത് ഈക്വൽ ടു ഞാൻ ആദ്യം എന്ത് ചെയ്യുന്നു? ഒരു നോഡ് ക്രിയേറ്റ് ചെയ്യുന്നു. സോ temp is equal to new temp, new node is equal to temp is equal to new node. ഒരു നോഡ് ക്രിയേറ്റ് ചെയ്യാണ് ബൈ പാസിങ് ഡേറ്റ. അപ്പോൾ എനിക്ക് എന്ത് കിട്ടി? ഒരു നോഡ് കിട്ടി. അപ്പോൾ ഡേറ്റ പാസ് ചെയ്യുമ്പോൾ എനിക്കൊരു നോഡ് കിട്ടി. അതിൻ്റെ ഡേറ്റ എന്ന് പറയുന്നത് ഞാൻ പാസ് ചെയ്യുന്ന ഡേറ്റ ആയിരിക്കും. ലെഫ്റ്റ് ലിങ്കും റൈറ്റ് ലിങ്കും നള്ളായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഞാൻ എന്താ ചെയ്യുന്നത്? ഇഫ് ഹെഡ് എന്ന് പറയുന്നത് ഈക്വൽ ടു നള്ളാണെങ്കിൽ, ഹെഡ് നള്ളാണെങ്കിൽ ലിസ്റ്റ് എംപ്റ്റി ആണ്. അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യുന്നത്? ഞാൻ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത ടെമ്പാണ് എന്തെന്ന് വിളിക്കുന്നത്? എൻ്റെ ആകെയുള്ളൊരു നോഡ്. സോ ഹെഡ് ഈക്വൽ ടു ടെമ്പ് ആയിട്ട് സെറ്റ് ചെയ്യാം. എൽസ് അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? എനിക്ക് ട്രാവേഴ്സ് ചെയ്യണം. എവിടെ വരെ ട്രാവേഴ്സ് ചെയ്യണം? എനിക്ക് എൻഡ് വരെ ട്രാവേഴ്സ് ചെയ്യണം. എൻഡ് വരെ ട്രാവേഴ്സ് ചെയ്യാൻ വേണ്ടി ഞാൻ പോയിന്റർ ഇസ് ഈക്വൽ ടു ഒരു നോഡിന്റെ ഒരു PTR എന്ന് പറയുന്ന ഒരു പോയിന്റർ ഞാൻ എടുത്തു. മീൻസ് ഒരു ഒബ്ജക്റ്റ് ഞാൻ എടുത്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യണം? വൈൽ PTR ഡോട്ട് റൈറ്റ് എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു നള്ളാകുന്നത് വരെ പോവുക. നമുക്കറിയാം PTRന്റെ റൈറ്റ് നള്ളാകുന്നത് ആർക്ക് മാത്രമേ ആയിരിക്കും? ലാസ്റ്റ് നോഡിനായിരിക്കും. അത് കാരണമാണ് PTR റൈറ്റ് നോട്ട് ഈക്വൽ ടു നള്ളാവുന്ന വരെ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക? നോട്ട് ഈക്വൽ ടു നള്ളാണെങ്കിൽ PTR ഇസ് ഈക്വൽ ടു PTR റൈറ്റ് ആണ്. അപ്പോൾ ഇതിന്റെ അൽഗോരിതം ഒക്കെ നിങ്ങൾ ഡേറ്റ സ്ട്രക്ചറിനകത്ത് പഠിച്ചു കാണും. ഞാൻ ജസ്റ്റ് ഇതിന്റെ ഒരു പ്രോഗ്രാം ചെയ്യുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് കൺസെപ്റ്റ് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഡേറ്റ സ്ട്രക്ചർ ലെക്ചേഴ്സ് നോക്കുക. അങ്ങനെ ഈ ഒരു ലൂപ്പ് കഴിയുമ്പോൾ ഞാൻ എന്ത് ചെയ്തു? ലാസ്റ്റ് നോഡിലെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണം? അതിന് രണ്ട് ലിങ്ക് ഉണ്ട്. അതിന്റെ റൈറ്റ് ഉണ്ട്. അതിന്റെ റൈറ്റ് എന്ന് പറയുന്നത് എന്താക്കുക? പുതിയ നോഡാക്കുക. ടെമ്പിന്റെ ലെഫ്റ്റ് എന്ന് പറയുന്നത് എന്താക്കുക? ഇസ് ഈക്വൽ ടു PTR ആക്കുക. അപ്പോൾ PTRന്റെ റൈറ്റ് എന്ന് പറയുന്നത് ടെമ്പാക്കി, ടെമ്പിന്റെ ലെഫ്റ്റ് എന്ന് പറയുന്നത് PTR ആക്കി. അപ്പോൾ ഇത്രയാണ് എനിക്ക് ഇൻസേർട്ടിൽ ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഡിസ്പ്ലേ ചെയ്യാം. ഡിസ്പ്ലേ എങ്ങനെയാണ് ചെയ്യുന്നത്? ഡിസ്പ്ലേ എന്ന് പറയുന്നത് വി ഹാവ് ഹെഡ് നോഡ്. അപ്പോൾ ഹെഡ് നോഡ് ട്രാവേഴ്സ് ചെയ്ത് മാറ്റണം. സോ ഹെഡ് നോഡ് ഉണ്ട്. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഫസ്റ്റ് ഹെഡ് ഈക്വൽ ടു നള്ളാണെങ്കിൽ അതെന്തായിരിക്കും? ഹെഡ് നള്ളാണെങ്കിൽ അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് എന്തില്ല? ലിസ്റ്റിനകത്ത് ഒരു എലമെന്റും ഇല്ല. സോ ലിസ്റ്റ് എംപ്റ്റി എന്ന് പറയാൻ പറ്റും. ഇനി അടുത്തത് എന്താണ്? എൽസ് എനിക്ക് എന്ത് ചെയ്യണം? ട്രാവേഴ്സ് ചെയ്യണം. സോ വൈൽ ടെമ്പ്, അതായത് വൈൽ ടെമ്പ് എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു നള്ളാകുന്ന വരെ ട്രാവേഴ്സ് ചെയ്യാം. ഓരോ കേസിലും ഞാൻ എന്ത് ചെയ്യണം? ടെമ്പിന്റെ ഡേറ്റയും കൂടെ ഒന്ന് പ്രിന്റ് ചെയ്ത് പോവുക. println temp ഡോട്ട് ഡേറ്റ, അതിനുശേഷം ഒരു സ്പേസും കൂടെ എഴുതുക.
ഓക്കെ, പ്രിന്റ് എല്ലാം വേണ്ട, പ്രിന്റ് മതി. എന്നിട്ട് എന്ത് ചെയ്യുക, ടെമ്പിനെ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്യുക. ടെമ്പിനെ ഇൻക്രിമെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? പി ടെമ്പ് ഈസ് ഈക്വൽ ടു ടെമ്പിന്റെ റൈറ്റ്. ഓക്കെ, നൗ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു സ്ലാഷ് എന്നും കൂടെ ഇടുക, ദാറ്റ് ഈസ് പ്രിന്റ് എന്നും കൂടെ പറയുക. അപ്പോൾ ന്യൂ ലൈനിൽ വരും. ഓക്കെ, അപ്പോൾ ഇതാണ് ഡിസ്പ്ലേ ഫംഗ്ഷൻ. ഡിസ്പ്ലേ ഫംഗ്ഷൻ എന്താ ചെയ്തിരിക്കുന്നത്? ഹെഡ് നള്ളാണെങ്കിൽ അത് എം ടി ലിസ്റ്റ് ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഹെഡ് നള്ളാകുന്നവരെ ഞാൻ റൈറ്റിലേക്ക് പോവുക. ഓരോ റൈറ്റിലേക്ക് പോകും തോറും ഞാൻ ഓരോ എലമെന്റ് പ്രിന്റ് ചെയ്ത് പോവുക. ഇനി ഡിലീറ്റ് അറ്റ് ഫ്രണ്ട്. ഡിലീറ്റ് അറ്റ് ഫ്രണ്ട് ആകുമ്പോൾ ഫസ്റ്റ് ഞാൻ എന്താ ചെക്ക് ചെയ്യേണ്ടത്? ഇഫ് ഹെഡ് ഈക്വൽ ടു നൾ ആണെന്ന് നോക്കുക. ഹെഡ് ഈക്വൽ ടു നൾ ആണെങ്കിൽ അതിനെ നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഹെഡ് എം ടി ആണ്, അതിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ പ്രിന്റ് ln ലിസ്റ്റ് ഈസ് എം ടി അല്ലെങ്കിൽ അണ്ടർഫ്ലോ എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. എൽസ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഒരു ഡേറ്റ ഈസ് ഈക്വൽ ടു ഹെഡിന്റെ ഡേറ്റ. ഓക്കെ, ഹെഡ് എന്ന് പറയുന്നതിന്റെ ഡേറ്റ ആയിട്ട് ഞാൻ സെറ്റ് ചെയ്യും. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഹെഡ് എന്ന് പറയുന്നത് ഹെഡ് ഈസ് ഈക്വൽ ടു ഹെഡിന്റെ റൈറ്റ് ആക്കുക. ഹെഡ് ഈസ് ഈക്വൽ ടു ഹെഡിന്റെ റൈറ്റ് ആക്കുക. അപ്പോൾ പുതിയ ഹെഡ് കിട്ടി. അപ്പോൾ പുതിയ ഹെഡിന്റെ ലെഫ്റ്റ് എന്താക്കുക? പുതിയ ഹെഡിന്റെ ലെഫ്റ്റ് എന്ന് പറയുന്നത് എന്താക്കുക? നള്ളാക്കുക. ഓക്കെ, പുതിയ ഹെഡിന്റെ ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ നോഡാണ്. രണ്ടാമത്തെ നോഡിന്റെ ലെഫ്റ്റ് ഇപ്പോൾ ഫസ്റ്റ് നോഡിനെ പോയിന്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, അതും ഇപ്പം നള്ളാക്കി. അപ്പോൾ അതിനെ ആ ഒരു ഫസ്റ്റ് നോഡിനെ ഇപ്പോൾ ആരെങ്കിലും റെഫർ ചെയ്യുന്നുണ്ടോ? ഇല്ല. അത് കാരണം അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഗാർബേജ് കളക്ഷൻ ആ ഒരു വാല്യൂ അതിന് വേണ്ടിയിട്ടുള്ള മെമ്മറി സ്പേസ് അത് ഡിലീറ്റ് ആയി പൊയ്ക്കോളും. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ട. ഒരു ഒബ്ജക്റ്റും റെഫർ ചെയ്യുന്നില്ല, ഒബ്ജക്റ്റിനെ ആരും റെഫർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഗാർബേജ് കളക്ടർ അതിന് വേണ്ടിയിട്ടുള്ള സ്പേസ് അങ്ങ് റിമൂവ് ചെയ്യും. ഓക്കെ, അതിന് അലോക്കേറ്റ് ചെയ്ത സ്പേസ് അങ്ങ് റിമൂവ് ചെയ്യും. നമുക്ക് എന്നിട്ട് പറയാം എന്താണ് നമ്മൾ ഡിലീറ്റ് ചെയ്ത എലമെന്റ് ഇതാണ് എന്നുള്ള കാര്യം പറയാം. ഈസ് ഡിലീറ്റഡ് ഫ്രം ദ ലിസ്റ്റ്. അതേപോലെ നമുക്ക് ഇൻസേർഷനിലും നമുക്ക് അങ്ങനെ ഒരു കാര്യം പറയാം. ഇൻസേർഷനിൽ നമുക്ക് ഇത് രണ്ടും കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് പറയാം? സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്എൽഎൻ എന്ത് പറയാം? ഡേറ്റ ഈസ് ഇൻസേർട്ടഡ് സക്സസ്ഫുള്ളി എന്ന് പറയാം. ഒരു മെസ്സേജ് പറയും. ഇപ്പോൾ നമ്മൾ 3 ഫംഗ്ഷനും എഴുതി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി എന്താ വേണ്ടത്? ഇനി ഇതിനെ ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാനൊരു ടെസ്റ്റ് ക്ലാസ് എടുക്കുക. ഇപ്പോൾ എന്തൊക്കെ ഫംഗ്ഷനാണ് ഞാൻ എഴുതിയിരിക്കുന്നത്? ഇൻസേർട്ട് അറ്റ് എൻഡ്, ഡിലീറ്റ് അറ്റ് ഫ്രണ്ട് ആൻഡ് ഡിസ്പ്ലേ. നമുക്കൊന്ന് നോക്കാം. സേ ക്ലാസ് ടെസ്റ്റ്. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു? പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ എഴുതുന്നു. സ്ട്രിംഗ് ഓർ ഗസ് അതിനുശേഷം നമുക്കൊരു എന്ത് ചെയ്യാം? ഒരു വൈൽ ലൂപ്പ് ചെയ്യാം. വൈൽ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈൽ ട്രൂ എന്ന് പറഞ്ഞ് എഴുതാം. വൈൽ ട്രൂ എന്ന് ഞാൻ എഴുതുകയാണ്. അതായത് ഇൻഫൈനൈറ്റ് ടൈംസ് ഇതങ്ങ് റൺ ചെയ്യും. അപ്പം ഞാൻ എന്തൊക്കെയാണ് ഓപ്ഷൻ കൊടുക്കുന്നത്? ഞാൻ 4 ഓപ്ഷനാണ് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ ഇവിടെ പറയുന്നു ചോയ്സ് നോട്ട് ഈക്വൽ ടു, നമുക്കത് പിന്നെ എഴുതാം. ഓക്കെ, ആദ്യം ഫസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത് എന്താണ്? ഇൻസേർട്ട് ആണ്. സെക്കൻഡ് ചോയ്സ് എന്ന് പറയുന്നത് എന്താണ്? ഡിലീറ്റ് ആണ്. തേർഡ് ചോയ്സ് എന്ന് പറയുന്നത് എന്താണ്? തേർഡ് ചോയ്സ് ഡിസ്പ്ലേ ആണ്. ഫോർത്ത് ചോയ്സ് എന്ന് പറയുന്നത് എക്സിറ്റ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി ഞാൻ എന്ത് ചെയ്യണം? ഒരു സ്കാനർ ക്ലാസ് എടുക്കുകയാണ്. sc ഈസ് ഈക്വൽ ടു sc ഡോട്ട് നെക്സ്റ്റ് ഇൻഡ് ന്യൂ സ്കാനർ സിസ്റ്റം ഡോട്ട് ഇൻ. അത് ഞാൻ ചോയ്സ് വാങ്ങിക്കാനാണ് യൂസറിൻ്റെ നിന്ന്. നിങ്ങൾക്ക് എന്ത് ഓപ്പറേഷനാണ് ചെയ്യുന്നതെന്ന് കാണിക്കാൻ വേണ്ടി അത് ഞാൻ ch എന്ന് വിളിക്കുന്നു. ch ഡോട്ട് നെക്സ്റ്റ് ഇൻഡ് എടുക്കുന്നു. sc ഡോട്ട് നെക്സ്റ്റ് ലൈനും കൊടുക്കുന്നു. ഇതെന്തിനാണ് കൊടുക്കുന്നതെന്ന് പ്രീവിയസ് വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ,
ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? ഒരു സ്വിച്ച് കൊടുക്കുന്നു. സ്വിച്ച് C1 കൊടുക്കുന്നു. ഓക്കെ, CH കൊടുക്കുന്നു. അപ്പോൾ എത്ര കേസസ് ഉണ്ട് നമുക്ക്? കേസ് 1 ഉണ്ട്, കേസ് 2 ഉണ്ട്, കേസ് 3 ഉണ്ട്, കേസ് 3 ഉണ്ട്, കേസ് 4 ഉണ്ട്, കേസ് ഡിഫോൾട്ട് കേസ് ഉണ്ട്. ഡിഫോൾട്ട് കേസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇൻവാലിഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ് ln നമുക്ക് പറയാം ഇൻവാലിഡ് ചോയ്സ്. ഇൻവാലിഡ് ചോയ്സ്. ഇനി നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഇൻസേർട്ട് അല്ലേ? അപ്പോൾ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ എന്ത് വേണം? എനിക്കൊരു എലമെന്റ് വേണം. സോ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ് ln enter the element. ഞാൻ ആ എലമെന്റ് എന്ന് പറയുന്നത് ELT is equal to sc dot next line വിളിക്കുന്നു, next int വിളിക്കുന്നു, sc dot next line വിളിക്കുന്നു. അപ്പോൾ എലമെന്റ് കിട്ടി. ഈ എലമെന്റിനെ ഞാൻ എങ്ങോട്ടേക്ക് പാസ് ചെയ്യുക? ഇൻസേർട്ട് അറ്റ്. അപ്പോൾ എനിക്ക് ഇവിടെ എന്ത് വേണം? ഒരു ലിങ്ക്ഡ് ലിസ്റ്റ് വേണം. ഡബ്ല്യു ലിങ്ക് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ഡബ്ല്യു ലിങ്ക്ഡ് ലിസ്റ്റ് dl is equal to new w ലിങ്ക് ലിസ്റ്റ്, w ലിങ്ക്ഡ് ലിസ്റ്റ്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാണ്? അതിൻ്റെ w ലിങ്ക് ലിസ്റ്റിൻ്റെ ഇൻസേർട്ട് അറ്റ് എൻഡ് വിളിക്കുന്നു. എന്ത് പാസ് ചെയ്യുന്നു? എലമെന്റ് പാസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഒരു w ലിങ്ക് ലിസ്റ്റിൻ്റെ ഇൻസേർട്ട് ഫംഗ്ഷനെ വിളിക്കുന്നു വിത്ത് എലമെന്റ് പാസ്ഡ്. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? എനിക്ക് സക്സസ്ഫുള്ളി ഇൻസേർട്ടഡ് എന്ന് പറയുന്ന ഒരു മെസ്സേജ് കിട്ടാം. അല്ലെങ്കിൽ ഇഷ്യൂസ് വലുതുണ്ടെങ്കിൽ അതും കിട്ടാം. സിസ്റ്റം. ഇനി അടുത്തതെന്ന് പറയുന്നത് ഡിലീറ്റ് ചെയ്യാനാണ്. ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുക? dl ഡോട്ട് ഡിലീറ്റ് അറ്റ് ഫ്രണ്ട് വിളിക്കുക, ബ്രേക്ക് ചെയ്യുക. ഓക്കെ, അടുത്തത് ഡിസ്പ്ലേ വിളിക്കാൻ എന്ത് ചെയ്യുക? dl ഡോട്ട് ഡിസ്പ്ലേ വിളിക്കുക. അപ്പോൾ ഡിസ്പ്ലേ ചെയ്യും, ബ്രേക്ക് ചെയ്യുക. ഇനി അടുത്തത് ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് കേസ് 4 എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു? ബ്രേക്ക് മാത്രമേ ചെയ്യുന്നുള്ളൂ. എന്നിട്ട് ഈ ഒരു വൈൽ ലൂപ്പിൽ നിന്ന് നമ്മൾ എപ്പോഴാണ് പോകുന്നത്? എക്സിറ്റ് ചെയ്യുമ്പോഴാണ്. അതായത് CHന്റെ വാല്യൂ നോട്ട് ഈക്വൽ ടു 4 ആണെന്നുണ്ടെങ്കിൽ ഈക്വൽ ടു 4 ആകുമ്പോൾ എന്ത് ചെയ്യും? ഈ ലൂപ്പിൽ നിന്ന് വെളിയിലോട്ടാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ കുറേ എറേഴ്സ്. ഓക്കെ, ഇവിടെ യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്തതിലൊരു മിസ്റ്റേക്ക് ഉണ്ട്. അതായത് ഇവിടെ ക്ലാസ് എന്ന് പറയുന്നത് ഇവിടെ ക്ലാസ് ആയിട്ട് എഴുതേണ്ട ആവശ്യമില്ല, വെറുതെ നോഡ് എന്ന് പറഞ്ഞ് എഴുതിയാൽ മതി. ഓക്കെ, ക്ലാസ് നെയിം എഴുതാൻ വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നോഡാണ് അതിൻ്റെ ടൈപ്പ്. സ്ട്രിംഗ് എന്ന് പറയുന്നത് ക്ലാസ് സ്ട്രിംഗ് ഒന്നും നമ്മൾ എഴുതാറില്ല. അതുകൊണ്ട് ക്ലാസ് നോഡ് എന്ന് എഴുതണ്ട, വെറുതെ നോഡ് പേര് മാത്രം പറഞ്ഞിരുന്നാൽ മതി. ഓക്കെ, അത് ഞാൻ കഴിഞ്ഞു. നമുക്ക് ഒന്നും കൂടെ ഒന്ന് ചെയ്ത് നോക്കാം. കേസ് 4-നകത്ത് നമ്മൾ ബ്രേക്കിൻ്റെ അവിടെ സെമിക്കോളൻ ഇട്ടിട്ടില്ല. കേസ് 4 ഞാൻ എടുക്കുന്നു, ബ്രേക്കിന് സെമിക്കോളൻ ഇട്ടിട്ടില്ല. ശരി, ഓക്കെ, നമുക്ക് വീണ്ടും ഒന്ന് റൺ ചെയ്ത് നോക്കാം. സ്കാനർ ക്ലാസ് ഇമ്പോർട്ട് യൂട്ടിൽ ഞാൻ ചെയ്തിട്ടില്ല. ഓക്കെ, ഇമ്പോർട്ട് ജാവ ഡോട്ട് യൂട്ടിൽ ഡോട്ട് സ്കാനർ. CH എന്ന് പറയുന്ന വേരിയബിൾ ഞാൻ ഡിക്ലെയർ ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. ഓക്കെ, അത് ഞാൻ ഇവിടെ ആയിട്ട് CH പറയുക. CH എന്ന് പറയുന്നത് ഇനിഷ്യലി ഞാനൊരു 0 എന്ന് പറഞ്ഞ് ഞാൻ പറയുന്നു. എന്നിട്ട് ഞാൻ ഇവിടെ CH എന്ന് മാത്രം എഴുതുന്നു. കാരണം CH ഇവിടെ യൂസ് ചെയ്യണമെങ്കിൽ ഞാനൊരു വാല്യൂ കൊടുക്കണം. സോ ആദ്യം 0 എന്ന് പറഞ്ഞൊരു വാല്യൂ കൊടുത്തു. 0 അല്ല, 0 നോട്ട് ഈക്വൽ ടു 4 ആണ്. ഫസ്റ്റ് ടൈം ഇതിനകത്ത് കയറും. ദെൻ നമ്മുടെ ചോയ്സ് അനുസരിച്ചായിരിക്കും അത് മേടിക്കുന്നത്. സോ ആ എറർ മാറ്റി. ഓക്കെ, നമ്മുടെ കയ്യിലെ കമ്പൈലിൽ ഒരു എററും ഇല്ലാത്തൊരു കാര്യം കിട്ടി. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം നമ്മുടെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ. ഇവിടെ എന്തോ ഒരു ഇഷ്യൂ കാണിക്കുന്നുണ്ട്, അത് നമുക്ക് ആദ്യം ഒന്ന് ശരിയാക്കാം. 4//n. ഓക്കെ, /n. ഓക്കെ, അപ്പോൾ അതും റെഡിയാക്കി. ഓക്കെ, കറക്റ്റ് ആണ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇൻസേർട്ട് ചെയ്യുന്നു. ഇൻസേർട്ട് ചെയ്യാനുള്ള ഡേറ്റ 10 ആണ്. 10 ഈസ് ഇൻസേർട്ടഡ് എന്ന് പറഞ്ഞു വന്നു. ഇനി വീണ്ടും ഞാനൊരു വാല്യൂ കൂടെ ഇൻസേർട്ട് ചെയ്യണം, 20. അപ്പോൾ 20 ഇൻസേർട്ടഡ് എന്ന് കാണിച്ചു.
വീണ്ടും ഒരെണ്ണം കൂടെ ഇൻസേർട്ട് ചെയ്യുന്നു 30, വീണ്ടും ഒരെണ്ണം കൂടെ ഇൻസേർട്ട് ചെയ്യുന്നു 40. അപ്പോൾ വീണ്ടും ഒന്ന് നമുക്കൊന്ന് എന്ത് ചെയ്യാം, ഒന്ന് ഡിസ്പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ 10, 20, 30, 40 കിട്ടി. ഞാൻ ഒരെണ്ണം ഡിലീറ്റ് ചെയ്യാണ്. ഡിലീറ്റ് ചെയ്യുമ്പോൾ 10 ഡിലീറ്റ് ആയി. ഞാനൊന്നും കൂടെ ഡിസ്പ്ലേ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ 10, 20, 30, 40 എന്നേ കിട്ടിയെന്നു. ഇനി ഞാൻ 40 കഴിഞ്ഞിട്ട് എനിക്കൊരു വാല്യൂ കൂടെ ഇൻസേർട്ട് ചെയ്യണം. ദാറ്റ് ഈസ് 50. സോ 50 ഇൻസേർട്ടായി. നമുക്കൊന്ന് ഡിസ്പ്ലേ ചെയ്ത് നോക്കാം. 15 വന്നു. അപ്പോൾ കറക്റ്റാണ്, നമ്മുടെ വർക്ക് എല്ലാം ചെയ്യുന്നുണ്ട്. ഡബ്ല്യു ലിങ്ക് ലിസ്റ്റ് നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഗ്രാം. അപ്പോൾ ഇതിന് വേണ്ടി നമ്മൾ എന്താ ചെയ്തത്, ഒരു ഡബ്ല്യു ലിങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു ക്ലാസ് എടുത്തു. അതിൻ്റെ അകത്ത് വേറൊരു ക്ലാസ് ഡിക്ലെയർ ചെയ്തു. ആ ക്ലാസ് എന്താണ്, നോഡ് എന്ന് പറയുന്ന ഒരു ക്ലാസ് ആണ്. ആ നോഡ് എന്ന് പറയുന്ന ക്ലാസ്സിനകത്ത് 3 വേരിയബിൾസ് ഞാൻ ഡിക്ലെയർ ചെയ്തു. ഒന്ന് എന്താണ്, ഇത് പ്രൈവറ്റ് നോഡായിട്ടും നമുക്ക് വേണമെങ്കിൽ ചെയ്യാൻ, കുഴപ്പമൊന്നുമില്ല. പ്രൈവറ്റ് നോഡ് റൈറ്റ്, പ്രൈവറ്റ് നോഡ് ലെഫ്റ്റ്. ഓക്കെ, അങ്ങനെ 3 എണ്ണം ഞാൻ എഴുതി. ദെൻ അതിൻ്റെ ഒരു കൺസ്ട്രക്ടർ ഞാൻ എഴുതി. ദെൻ ഫങ്ഷനാലിറ്റി ഞാൻ പറഞ്ഞു, ഇൻസേർട്ട് അറ്റ് ഫ്രണ്ട്, ഇൻസേർട്ട് അറ്റ് ഡിലീറ്റ് അറ്റ് ഫ്രണ്ട്, ദെൻ ഡിസ്പ്ലേ എന്ന് പറഞ്ഞ 3 പ്രോഗ്രാം ഞാൻ എഴുതി. ദെൻ ഒരു ടെസ്റ്റ് ക്ലാസ് എഴുതി. നമുക്ക് എത്ര ഓപ്ഷൻസ് ഉണ്ടോ ആ ഓപ്ഷൻസ് ഞാൻ എഴുതിയിട്ടുണ്ട്. ദെൻ അത് 4 കേസസ് ഞാൻ പറഞ്ഞു. ഓക്കെ, ഇങ്ങനെയാണ് ഈ ഒരു പ്രോഗ്രാം വർക്ക് ചെയ്യുന്നത്.